നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ കുട്ടികളാണെന്ന് പറയാം. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിനകത്ത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കെതിരായ ഒരു പരാതി അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിനെ തന്നെ നടപടികൾ ആരംഭിക്കുന്നു, അത് പിന്നെ അവസാനം ആ കുട്ടി മരിച്ചു എന്നുള്ള കാരണത്തിൽ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ അസാധാരണമായ സാഹചര്യം. മാത്രമല്ല അതിൽ ഒളിവിലിരുന്ന ആൾ ആ ഇതിൽ ഒപ്പിടുന്ന കൂടി ചെയ്യുന്നുണ്ട്. അതെ അതെ, പ്രതിയായ ഈ വിവരം VCക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയത് ഈ വക കാര്യം യൂണിവേഴ്സിറ്റി. അപ്പൊ മരിച്ച സിദ്ധാർത്ഥിനെതിരെ കംപ്ലൈന്റ് കിട്ടിയത് VCക്ക് രജിസ്ട്രാർക്കും അറിയില്ല. ഈ മരണത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മരണത്തിന് ശേഷം ഒരു കംപ്ലൈന്റും അല്ല, മരണത്തിന് ശേഷമാണല്ലോ അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ഇതും ആ കുട്ടിയെ പറ്റിയിട്ട് ഈ അധ്യാപകര് ഒളിവിലിരിക്കുന്ന ഒരു കേസിലെ പ്രതിയായ ഒരാൾക്ക് ഒപ്പിടാൻ അവസരം കൊടുക്കുമ്പോഴാണ് ഒപ്പിടാൻ പറ്റുന്നത്. എനിക്കറിയില്ല. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ടേബിളിൽ ഈ ഇത്തരത്തിലുള്ള പരാതി വന്നിട്ടുള്ളൂ. ഈ വിദ്യാർത്ഥിനിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചിരുന്നു നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ പറഞ്ഞത് ഇപ്പൊ ഇതിനു ശേഷമാണ് പരാതിയല്ലേ പറയുന്നത്. ഇത് VCയുടെ ടേബിളിൽ എത്തിയിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. കോളേജ് സമിതി രൂപീകരിച്ചിരുന്നു, അവരൊരു കമ്മിറ്റി എല്ലാം കൂടിയിരുന്നല്ലോ ചർച്ച ചെയ്യാൻ പറ്റി. ഈ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം സ്വാഭാവികമായി ഇത്ര ഒരു പ്രമാദമായ കേസല്ലേ അപ്പൊ നമ്മൾ അന്വേഷിക്കണം. അല്ല, അന്വേഷിക്കുന്ന വെച്ചാല് അത് ഞാൻ അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. അങ്ങനെയല്ലല്ലോ സാർ അതിന്റെ ഒരു മര്യാദ. ഇത്രയും പ്രമാദമായ ഒരു വിഷയം, വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു, ഒരു മരണം നടന്നു, അതിൽ എന്തൊക്കെ നടന്നു എന്ന് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം VC എന്ന നിലയിൽ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും ഇത് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്നെങ്കിലല്ല, അല്ലാണ്ട് ഞാൻ ഈ കുട്ടി VCക്ക് കംപ്ലൈന്റ് തന്നിട്ടില്ല. വേണ്ട, അഥവാ ഡീൻ അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എനിക്കത് ഫോർവേഡ് ചെയ്തിട്ടില്ല. അല്ല, അൺഒഫീഷ്യലായിട്ട് സാർ അന്വേഷിച്ചോ ഈ പരാതിക്കാരിയെ പെൺകുട്ടി? അൺഒഫീഷ്യലായിട്ട് എനിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റും? എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയോട് അന്വേഷിക്കുക? അല്ല, ഈ ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിച്ചത് ഈ പരാതിയാണെന്നുള്ളതാണ് ഒരു വശത്ത് ഉയർന്ന ആരോപണം. അങ്ങനെ ഒരു വശത്ത് ഈ പരാതി ചർച്ചയായി നിൽക്കെ അത് ആരാണ് ആ പരാതിക്കാരി, എന്താണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പോലും ഒരു VC നിങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും അന്വേഷിച്ചിട്ടില്ല. അല്ല, പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവിടെ കുറെ കുട്ടികളായിട്ട് വാലന്റൈൻസ് ഈ കുട്ടി പോയി ഡാൻസ് ചെയ്തിരുന്നു. അത്ര ആ ലെവലിലുള്ള ഒരു ഇൻഫർമേഷൻ. കുറെ കുട്ടികളുടെ പെൺകുട്ടികളൊപ്പം ഡാൻസ് ചെയ്തിട്ട് ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഒരു കുട്ടിക്ക് മാത്രമാണോ പരാതി വന്നത്? ഈ പരാതി ഒന്നും എനിക്കറിയില്ല. ഈ പരാതി ഇങ്ങനെ തന്നതായിട്ട് എന്റെ ടേബിളിൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഈ അവിടുത്തെ ചില അധ്യാപകരും അവിടുത്തെ ഈ വിഷയങ്ങളിൽ കൂട്ടു പങ്കാളികളാണെന്നുള്ളതിന്റെ തെളിവാണുള്ളത്. VC എന്ന നിലയിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ടും VC എന്ന നിലയിൽ ഇത്തരം ഒരു പരാതി പോലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ന് അല്പം മുമ്പാണുള്ള ഗവർണറെ സസ്പെൻഡ് ചെയ്തത്, അതിനിടയിൽ പോലും അങ്ങേരെ മുന്നിലേക്ക് ഈ പരാതി എത്തിക്കാതിരിക്കുന്നതിന് അവിടുത്തെ ചില അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടന ഈ ഭാരവാഹികൾ എല്ലാവരും ഒരു ഒന്നിച്ചുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് എത്തേണ്ടതല്ലേ പരാതി? എന്റെ എത്തേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. ഫെയർ അല്ലാത്ത എന്തോ അവിടെ നടന്നിട്ടുണ്ട് ഇതിന് ശേഷം. ഫെയറില്ലാത്ത കാര്യമാണല്ലോ ഇതൊക്കെ. ഈ പെൺകുട്ടിയുടെ അടക്കം എന്ന് കരുതുന്നുണ്ടോ? ആയിരിക്കും, തീർച്ചയായിട്ടും എന്തെങ്കിലും തന്നിട്ടായിരിക്കും. ഈ സ്വാഭാവികമായിട്ട് SFI ആണ് പ്രതിസ്ഥാനത്ത്. സർക്കാരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ സംരക്ഷിക്കാൻ. എന്നെ ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവോ ഒരു ഗവൺമെന്റ് മന്ത്രിയോ ഈവൻ രാജ്ഭവനിൽ നിന്നോ ഇത് സംബന്ധമായിട്ട് ഒരു പ്രശ്നവും തന്നിട്ടില്ല. വിഷയമില്ലാത്ത കാര്യമാണ്, അത് ഞാൻ പറയുന്നു. ഈ പ്രതികൾക്കൊപ്പം ഇന്നലെ അടക്കാനോട് ചോദിച്ചത് അല്ല, അത് പ്രശ്നമില്ല. ഈ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ചില രാഷ്ട്രീയ നേതാക്കള് പറയുന്നുണ്ട്, നമുക്കറിയില്ല, രാഷ്ട്രീയ നേതാക്കൾ അവരൊപ്പം ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന പിന്നീട് മാറിയ ആളുകൾ പോലും ഉണ്ടായിരുന്നൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള സത്യമല്ലേ? ഉണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ഗവർണറുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലിരുന്നിട്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാലും ഒരു മനോവിഷമം ഉണ്ടോ? അത് ഇത്തരത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞു. ഈ 4.5 കൊല്ലം വളരെ ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോരുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ഇനി ഗവൺമെന്റ് പിന്നെ വീണ്ടും കേസിന് പോകണം, കോടതിയിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടാൽ പോകാൻ തയ്യാറുണ്ടോ? സർക്കാർ സ്വാഭാവിക ഗവർണറും സർക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഞാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഇതിന് പോകില്ല. ഇനി അത്തരത്തിലുള്ള സാഹചര്യം വരികയാണെങ്കിൽ അന്നേരം ആലോചിക്കും, അന്നേരത്തെ അനുസരിച്ച്. അതർവൈസ് ഐ എം നോട്ട് ഫോർ എനി ലീഗൽ ആക്ഷൻ. ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ
ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ട് ഒരു ദാരുണമായ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഉത്തരവാദികളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും തൽക്കാലം സസ്പെൻഡ് ചെയ്യാനും ഉള്ള ഓർഡേഴ്സ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. സാർ ഒരു കാര്യം കൂടി, ഈ കുറ്റകൃത്യം ചെയ്തവർ ക്രിമിനൽസ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ കുട്ടികളാണെന്ന് പറയാം. ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് കൊള്ളയും കൊലയും നടത്തുന്ന ആൾക്കാരല്ല. ഇവർ വിദ്യാർത്ഥികളാണ്. അവർ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഗവർണർ പറഞ്ഞ ശരിയാണ്, SFIക്കാർ ക്രിമിനൽസ് ആണെന്ന്? അത് എനിക്ക് അതിനോട് ഞാൻ അല്ല, അതിനകത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പൊ ഇന്ന് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത് PFI ബന്ധമാണ്. അത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനാ ബന്ധമാണ്. അങ്ങ് VC ആയിരുന്ന ഒരു കോളേജിൽ SFIയും PFIയും തമ്മിൽ ഇങ്ങനെ ഗവർണർ ഉന്നയിക്കുന്ന ആരോപണം ആ രീതിയിൽ വരണമെങ്കിൽ അതൊരു രാജ്യദ്രോഹ വിഷയം കൂടിയായി മാറില്ലേ? ആ സംവിധാനത്തിൽ നടന്നു എന്നല്ല വരുന്നത്. അല്ല, തീർച്ചയായിട്ടും ഗവർണർ ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്, സംശയമില്ല, അന്വേഷിക്കേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ളൊരു തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേശദ്രോഹമായിട്ടുള്ള പരിപാടിയാണ്. അല്ല, ഈ പറഞ്ഞ പോലെ കണക്ഷൻസ്, PFI കണക്ഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദേശദ്രോഹ നടപടി തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. അല്ല, ഗവർണർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറേ ഒരു കാര്യം കൂടി, ഈ ഗവർണർ ഇപ്പോ ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് പോയിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് കോടതിയുടെ സഹായം തേടിയിരിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, അന്വേഷണം ഏത് വിധേനയായാലും അത് ശരിയായിട്ടുള്ള നമുക്ക് ഉത്തരം കിട്ടുന്ന അന്വേഷണം ഏതായാലും നല്ലത്.